ഹായ് ഹലോ നമസ്കാരം. സജീന വ്ളോഗ്സിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ അതുപോലെ തന്നെ എൻ്റെ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ, ഈ ചാനലും ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ആ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം. അതല്ല ഫേസ്ബുക്ക് പേജിലാണ് കാണുന്നതെങ്കിൽ ആ പേജ് ഒന്ന് ഫോളോ ചെയ്തേക്കണം. ഈ വീഡിയോ മസ്റ്റായിട്ടും നിങ്ങൾ ഫുള്ളും കാണണം. കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്താണെങ്കിലും എനിക്ക് കമൻറ്റുകളായിട്ട് രൂപപ്പെടുത്തണം. കഴിയുന്നതും ഇത് ഒന്ന് ഷെയർ ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരിലേക്കും ഇതൊന്ന് എത്തിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ വിഷമം ഉണ്ടാക്കിയ ഒരു സംഭവമാണ് ഇന്നലെ ബിഗ് ബോസിൽ നടന്നത്. അത് എങ്ങനെ റിയാക്ട് ചെയ്യണമെന്ന് പോലും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഒരു പെണ്ണാണ്. ഒരു പെണ്ണ് അത്ര ആൾക്കാരെ മുന്നിൽ വെച്ച് ആക്ഷേപിക്കുക എന്ന് പറയുന്നത് അത് നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു കാര്യമല്ല. അത് അറിയാത്തവരുകൊണ്ട് ഒരുപാട് അറിഞ്ഞവരും കാണും. എന്തായാലും ആ ഒരു ചെറിയൊരു പാർട്ട് ഞാൻ ഇവിടെ ഇട്ടുതരാം, ഒന്ന് കണ്ടു നോക്ക്. രേണു ചേച്ചിയാണ് തല നന്നായിട്ട് ചൊറിയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. പേനുകളൊക്കെ വന്ന് ഇവിടെ ഇരിക്കുന്നത്. അനുമോള് പറയുന്നത് ചേച്ചി എപ്പോഴും തല ഇങ്ങനെ ചൊറിഞ്ഞുകൊണ്ട് കിടക്കുന്ന പേനൊക്കെ ഇളവി ഇവിടെ ഇരിക്കുന്നുണ്ടെന്ന്. ഞാനൊരു സംശയം ചോദിച്ചോട്ടെ, ഈ പേരെന്ന് പറയുന്നത് എന്താ രാജാവല്ലാണോ? ചെണ്ട കൊട്ടി വിളംബരം ചെയ്ത് നാട്ടുകാരെ അറിയിച്ചിട്ടാണോ പേൻ വരുന്നത്? ഒരു പേരെന്ന് പറയുന്നത് ആരുടെ തലയിലാണോ അല്ലെങ്കിൽ ഏത് വ്യക്തിയുടെ തലയിലാണോ ആ പേൻ ഉള്ളതെന്ന് വെച്ചാൽ അവർക്ക് മാത്രമേ ആ പേൻ്റെ സാന്നിധ്യം അറിയാൻ പറ്റത്തുള്ളൂ. ഇപ്പം നമ്മുടെ തലയിൽ കൂടെ എഴുതുവാണെങ്കിൽ നമുക്കത് അറിയാൻ പറ്റത്തുള്ളൂ, അടുത്തിരിക്കുന്ന ഒരാൾക്ക് അത് അറിയാൻ പറ്റില്ല. പിന്നെ ഇവളെങ്ങനെ കണ്ട് നെറ്റിയിലൊക്കെ പേൻ വന്ന് ഇങ്ങനെ മാറിയിരിക്കുന്നെന്ന്. ഓക്കെ, അഥവാ അങ്ങനെ ഉണ്ട്, അങ്ങനെ കണ്ട് ഇപ്പം നമ്മളെ ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ നമ്മൾ ഇരിക്കുമ്പോഴും തലയിൽ ഇങ്ങനെ പേൻ വരുമ്പോൾ നമ്മളത് എടുത്ത് കൊടുക്കാറുണ്ട്, അല്ലെങ്കിൽ പറടി പേൻ ഇരിക്കുന്നതെന്ന് പറയും. ആൾക്കാരെ മുന്നിൽ വെച്ചോ മറ്റേ ശത്രുവാണെങ്കിൽ പോലും അങ്ങനെ നമ്മൾ ആക്ഷേപിക്കുന്ന രീതിയിൽ പറയത്തില്ല. ഈ ലോകത്ത് ഏത് പെണ്ണുങ്ങളെ തലയിലുണ്ട് പേൻ ഇല്ലാത്തത്? പോട്ട് പെണ്ണുങ്ങളെ എന്തിന് ആണുങ്ങളെ തലയിൽ പേനില്ലേ? പേരുണ്ട്, ഈരുണ്ട്, എല്ലാം താരനുണ്ട്, എല്ലാം ഉണ്ട്. അതിനൊക്കെ അവർ ഓരോ ട്രീറ്റ്മെന്റ് എടുത്തോണ്ടിരിക്കുന്നില്ലേ? അപ്പൊ ഇത് ഭൂലോകത്തിൽ വന്ന ഇവളെന്താ അപ്സരസ് അല്ലെങ്കിൽ മഹാറാണിയാ? അവള് ഈ പിന്നെ അനു തന്നെ എത്ര പ്രാവശ്യം ഇങ്ങനെ തല ചൊറിഞ്ഞ് പേൻ എടുത്തോണ്ട് നടക്കുന്ന ഞാൻ കണ്ടിട്ടുണ്ട്. ഞാനത് ഇന്നലെ മുതൽ ആ വീഡിയോ ഞാൻ സെർച്ച് ചെയ്യുന്നുണ്ട്, എനിക്കത് കിട്ടിയില്ല. അല്ലെങ്കിൽ അത് ഞാൻ മെൻഷൻ ചെയ്തിട്ടുണ്ട്. എപ്പോൾ കിട്ടിയാലും ഇനി എപ്പോഴാണ് അത് കിട്ടുന്നതെന്ന് വെച്ചാൽ അന്നേരം ഞാനത് ഇട്ടിരിക്കും, ഉറപ്പാണ്. അപ്പോൾ അവളൊക്കെ അവിടെ ഉള്ള അതേ കണക്ക് തന്നെ സരിക കലാഭവൻ അവളും രേണുവിനെ കളിയാക്കിയിട്ടുണ്ട്. എനിക്ക് അവളുമാരോട് ചോദിക്കാനുള്ള, നീയൊക്കെ ഒരു പെണ്ണാണോ? നീയൊക്കെ സത്യം പറഞ്ഞാൽ പെണ്ണുങ്ങൾക്ക് തന്നെ അപമാനമാണ്. നീയൊക്കെ ഒരു സ്ത്രീയുടെ തല അവളത് പറഞ്ഞു കഴിഞ്ഞു. എന്നിട്ട് അവൾക്ക് ഏറ്റവും കൂടുതൽ വിഷമമായപ്പോൾ കുളിക്കത്തില്ലെന്ന്. ഈ കുളി എന്ന് പറയുന്നത് നീയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? കുളി എന്ന് പറയുന്നതിനെ കുറിച്ച് നീയൊക്കെ ഉദ്ദേശിക്കുന്നത് എന്തുവാ? ഈ ഹെയർ വാഷ് ചെയ്തില്ല, അല്ലാതെ ബോഡി കഴുകിയാലും അത് കുളി തന്നെയാണ്. ഈ ഇപ്പം നോർമലി ഉള്ള ഒരു ഹെയർ എക്സ്ട്രാക്ഷൻ ചെയ്തിട്ടില്ലാത്തവരായാലും അല്ലാതെ ഉള്ളവർ നോർമൽ ആണെങ്കിലും ഡോക്ടേഴ്സ്മാർ വരെ പറയുന്നത് ഡെയിലി ഹെയർ വാഷ് ചെയ്യണ്ട എന്ന് തന്നെയാണ്. അതല്ലെങ്കിൽ വേറെ പണി ചെയ്യുന്നവരൊക്കെ ആയിരിക്കും ഹെയർ, കാരണം പൊടിയോ അലർജിയോ ഒക്കെ ഡെയിലി കൊള്ളുന്ന ഈ മെക്കാട് പണിയായാലും ചുമട്ട് തൊഴിലാളികളായും ഈ തലയിൽ പൊടികൾ അധികം കയറുന്നവർക്ക് ഡെയിലി വാഷ് ചെയ്യണം. അത് ഹൈജീൻ്റെ പ്രശ്നമായിട്ട് അത് ചെയ്തേ പറ്റത്തുള്ളൂ. അതല്ലാത്ത നോർമൽ ഒരു വ്യക്തിക്ക് ഡെയിലി ഹെയർ വാഷ് ചെയ്യണമെന്ന് യാതൊരു നിർബന്ധമില്ല. പിന്നെ പ്രത്യേകിച്ച് അലർജിയും കാര്യങ്ങളും ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ അവർ ആഴ്ചയിൽ ഒരിക്കൽ തന്നെ ഹെയർ വാഷ് ചെയ്യുന്നത് ധാരാളമാണ്. അതിൻ്റെ ആവശ്യമുള്ളൂ. നമ്മൾ കുളിക്കുക എന്ന് പറയുന്നത് തല നനയ്ക്കാതെ ചെയ്യുന്നത് പ്രവൃത്തിക്കും കുളി എന്ന് തന്നെയാണ് പറയുന്നത്. അത് അവൾ എല്ലാ ദിവസവും അവിടെ ചെയ്യുന്നുണ്ടെന്ന് കരഞ്ഞ് പറയുന്നത്. സത്യം പറഞ്ഞാൽ എനിക്ക് ഭയങ്കരമായിട്ടും സങ്കടം ഉണ്ടായി. ഈ അനുമോള് ഈ ഇത്രയും ആൾക്കാരെ മുന്നിൽ അതൊരു ടാസ്ക്കാണ് കൊടുത്തത്. ആ ടാസ്കിൽ വെച്ചുകൊണ്ട് അത് അങ്ങനെ പറഞ്ഞത് എനിക്ക് ഒരു തരത്തിൽ അംഗീകരിക്കാൻ പറ്റത്തില്ല. അത് ഈ ഒരു സ്ത്രീകൾ, അന്തസ്സുള്ള ഒരു സ്ത്രീകളും അത് അക്സെപ്റ്റ് ചെയ്യത്തതുമില്ല. പിന്നെ അനുമോൾ ഈ പ്രസ്താവന ഇറക്കിയതുകൊണ്ട് അനുമോൾ അങ്ങ് നല്ല കുഞ്ഞായി, അവളെ അങ്ങ് ഫേമസ് ആയി, അങ്ങനെ ഒരു തോന്നൽ അനുമോക്കുണ്ടെങ്കിൽ അത് വെറും തെറ്റിദ്ധാരണയാണ്. അനു, നിന്റെ ഈ ഒരു പ്രവൃത്തി കൊണ്ട് തന്നെ നിന്നെ സ്നേഹിച്ചവരെല്ലാം നിന്റെ ഹേറ്റേഴ്സായി മാറിയിട്ടുണ്ട്, അത് ഉറപ്പാണ്. നീ പുറത്തിറങ്ങി വരുമ്പോഴും നീ ഒന്ന് നിന്റെ ചാനലുകളായാലും പുറത്തുള്ളവരുടെ മീഡിയക്കാരുടെ പ്രതികരണം നീ ശ്രദ്ധിച്ചു നോക്ക്. ചില ഞൊളപ്പം ഈ രേണുസുതിയെ തകർക്കാൻ പറ്റിയിരിക്കുന്ന കുറേ അലവലാദികളുണ്ട്. അവർ മാത്രമേ പറയത്തുള്ളൂ അവൾ കുളിക്കത്തില്ല, വൃത്തിയില്ല, അങ്ങ് നാറ്റ്. ഒരിക്കലും ദൈവമേ, ഒരിക്കലും ഒരു മനുഷ്യർ അങ്ങനെ പറയരുത്. ഇപ്പൊ എത്ര വലിയ സൗന്ദര്യം ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതാന്ന് പറഞ്ഞാൽ ഒരു ആക്സിഡന്റ് പറ്റി നമ്മളന്ന് കിടന്നുപോയി. ഈ സൗന്ദര്യം എന്ന് പറയുന്ന പിന്നെ എന്തിയേ? ആ കിടന്ന കിടപ്പി വേണം മലമൂത്ര വിസർജനം ചെയ്യാൻ. അതിൽ കിടന്ന് മരിക്കേണ്ടുന്ന അവസ്ഥ ഉണ്ടാവരുത്, ആർക്കും ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഭയങ്കരമായിട്ട് ഒരു പെണ്ണിനെ ഇങ്ങനെ കയറി ഒരു സ്ത്രീയെ ഈ ശത്രുവായാൽ പോലും അങ്ങനെ പറഞ്ഞ് ആക്ഷേപിക്കാൻ പാടില്ല. ഒരിക്കലും അനുവിന് ദൈവം പോലും മാപ്പ് തരില്ല. അനു, നീ ഇതിന്റെ ഫലം നീ അനുഭവിക്കും. ഈ ബിഗ് ബോസിൽ നിന്ന് നീ ഇറങ്ങുന്നതിന് മുമ്പ് ഇതേപോലെ ഒരു സിറ്റുവേഷനിൽ നീ കരയും. എടി ഒരു പിന്നെ ചപ്പാത്തി കട്ട് എന്ന് പറഞ്ഞ് നിന്നെ കള്ളി എന്ന് വിളിച്ചതിന് നീ ഹൃദയം പൊട്ടിക്കിടന്ന് വളരെ കരഞ്ഞല്ലോ നീ. നിനക്ക് നൊന്താത്. അപ്പൊ ഇതേ കണക്കൊരവസ്ഥ നിനക്ക് വന്ന് നിന്നെ ഇങ്ങനെ പറഞ്ഞെങ്കിൽ നീ അന്നേരം അവിടെ ആത്മഹത്യ ചെയ്തേനല്ലേ? അത് രേണുസുതി അവളായിട്ടല്ലേ അത് അത്രയും സഹിച്ച് അങ്ങനെ പോലും നിന്നത്. അക്ബർ പോലും ആണുങ്ങൾ പോലും അനുവിന് സപ്പോർട്ട് ഇല്ല. ഈ അക്ബർ പറയുന്നത് ഒന്ന് കേട്ടോക്കെ. അവൻ എങ്ങനത്തെ ഉള്ളവരായിക്കോട്ടെ, അവൻ പറയുന്നത് അക്ബർ പറയുന്നത് ഒന്ന് കേട്ടോക്കെ. ഓപ്പൺ ആയിട്ട് അങ്ങനത്തെ ഒരു പ്ലേസിൽ പോയിട്ട് അനു പറയണതും വ്യത്യാസമുണ്ട്. അത് കറക്റ്റാണ്. അതായത് ഞാൻ ചേച്ചിയുടെ കൂടെ അല്ല എപ്പോഴും, ഞാൻ എന്റെ കാര്യം നോക്കിയിട്ട് എന്റെ റൂട്ടിലാണ്. പക്ഷെ ചേച്ചി അനു ഒക്കെ എപ്പോഴും ഒരുമിച്ചുള്ളതാണ്. ചേച്ചിക്ക് അക്ബർ പറഞ്ഞത് 100% സത്യസന്ധമായിട്ടുള്ള കാര്യമാണ്. കാരണം ആണുങ്ങൾ രേണുസുതിയുടെ കൂടെ എപ്പോഴും നടക്കുന്നില്ല, ഈ പെണ്ണുങ്ങളെ 24 മണിക്കൂർ കൂടെ ഉള്ളത്. അപ്പൊ ഇവിടെ ഒക്കെ വന്ന് പേരിരിക്കുന്ന അവൾ കണ്ടെങ്കിൽ അവൾ എന്തുകൊണ്ടത് പറഞ്ഞില്ല, അല്ലെങ്കിൽ എടുത്തു കൊടുത്തില്ല? ഇവിടൊക്കെ വന്ന് പേരിരിക്കുന്നു പറഞ്ഞാൽ ഒരിക്കലും നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. അത് വെറും ശുദ്ധ മണ്ടത്തരമാണ്. നമ്മുടെ ഈ തലയിൽ നിന്ന് ഈ മുടിയുടെ അകത്തൂടെ ഒരു പേര് കഴിഞ്ഞാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. എന്നിട്ടാണ് അത് നെറ്റിയിൽ ഇങ്ങനെ വന്നിരിക്കുന്ന ഇവിടെ ഒക്കെ ഒട്ടി ഇരിക്കുന്നതെന്ന് പറഞ്ഞത്.
അത് ശുദ്ധ തെമ്മാടിത്തരമാണ് അനു പറഞ്ഞത്. ആ ആണുങ്ങൾ പോലും അവക്കെതിരായിട്ട് തിരിഞ്ഞു, ആ രേണുവിനെ സപ്പോർട്ട് ചെയ്തിട്ടാണ് പറയും. കാരണം അത് ആരും അങ്ങനെ അത്രയ്ക്ക് മാത്രം കഷ്ടം, അത് ഈ പുറത്ത് കിടന്ന് എന്തുമാത്രം ബോഡി ഷെയിം അനുഭവിച്ചിട്ടാണ് ആ കൊച്ചു അതിനകത്തോട്ട് പോയത്. എനിക്കറിയത്തില്ല എന്താണ്. ഒരു കാര്യം ഉറപ്പിച്ചാൻ പറയും, ഇവളുടെ അവസാനമായിട്ട് ദൈവം അവർക്ക് കൊടുക്കുന്ന ഒരു അനുഗ്രഹം എന്താണെന്ന് വെച്ചാൽ അത് നമ്മളെല്ലാവരും കണ്ടു തന്നെ ഇത്രയും കിടന്ന് അനുഭവിക്കുന്നതിന് ദൈവം നല്ലൊരു അനുഗ്രഹം തന്നെ രേണുസുധിക്ക് കൊടുക്കും. അതിൽ യാതൊരു സംശയമില്ല, ഒരു സംശയമില്ലാത്തൊരു കാര്യമാണത്. ഈ വീഡിയോ ഒന്ന് കേട്ടു നോക്ക്. എന്തൊക്കെ സൈബർ അറ്റാക്കും കാര്യങ്ങളും അതെ, പുറത്തവള് ഒരുപാട് സൈബർ അറ്റാക്ക് കേട്ടിട്ടുള്ളവർ തന്നെ. ഈ പറയുന്ന നൂറെ ആദിലെ നിങ്ങൾ പോലും വീഡിയോ ഇട്ടിട്ടില്ല അവക്കെതിരായിട്ട്. എന്തൊക്കെ പറഞ്ഞാൽ നിങ്ങൾ മെൻഷൻ ചെയ്ത് വീഡിയോ ഇട്ടിട്ടുള്ള സുജേട്ടന്റെ മരണത്തെ സംബന്ധിച്ച്, മരണത്തിന്റെ ചടങ്ങുകളെ സംബന്ധിച്ച്, അവൾ കാണിക്കുന്ന ഷോർട്ട് ഫിലിമിന് ആൽബത്തിനെ കുറിച്ചാലും എല്ലാം നിങ്ങൾ നെഗറ്റീവ് മോശം കമന്റ് ഇട്ടിട്ടുണ്ട്. ഇപ്പൊ നിങ്ങൾ അവളെ നേരിട്ട് കണ്ട് അവളോട് പരിചയപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായല്ലോ രേണുസുധി എന്താണെന്ന്. ഇപ്പൊ നിങ്ങൾ ഏറ്റവും കൂടുതൽ സപ്പോർട്ടായിട്ട് അവൾക്ക് നിൽക്കുന്നുണ്ടല്ലോ, അതാണ് രേണുസുധി. അവളെ കണ്ട് അറിയാത്തവന്മാരുമാണ് ഇങ്ങനെ നെഗറ്റീവുകൾ പറഞ്ഞ് പ്രചരിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രേണുസുധിയെ ഒരു ദിവസമെങ്കിലും കണ്ട് നമ്മൾ പരിചയപ്പെട്ട് അവളോട് സംസാരിച്ച് കഴിഞ്ഞാൽ അവളുടെ ക്യാരക്ടർ എന്താണെന്ന് നമുക്ക് മനസ്സിലാവും. അപ്പോൾ പിന്നെ അവൾ ഒരിക്കലും നമുക്ക് നെഗറ്റീവ് പറയാൻ തോന്നാൻ വേണ്ടിയിട്ട് അവൾ ഈ പറയുന്ന കണക്ക് സോഷ്യൽ മീഡിയ ഒന്നും മുണ്ടിരിഞ്ഞിട്ട് അവൾ ആടുന്നില്ല. അവളെ പിന്നെ റേപ്പ് കേസിനായാലും അല്ലെങ്കിൽ പിന്നെ പീഡന കേസിനായാലും മറ്റേ കേസിനായിരുന്നു അവൾ ആരും അറസ്റ്റ് ചെയ്തിട്ടില്ല. അങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ട് അവൾക്ക് ഇല്ല. എന്തായാലും അത് ഇല്ലാത്തടത്തോളം കാലം അവൾ പെർഫെക്റ്റ് ആയിട്ടുള്ളൊരു പെണ്ണ് തന്നെയാണ്. സത്യം പറഞ്ഞാൽ എനിക്ക് ഹൃദയം പൊട്ടിപ്പോയി. എനിക്ക് ഭയങ്കര സങ്കടമുണ്ട്, എൻ്റെ കണ്ണ് നിറഞ്ഞ് എനിക്ക് ഭയങ്കര വിഷമമായത് ഈ വീഡിയോ കണ്ടിട്ട്. എനിക്ക് പബ്ലിക്കായിട്ട് അത് പറഞ്ഞു, ഇവിടെയല്ലേ ഇരിക്കുന്നെന്ന് പറഞ്ഞു, അത് എടുത്ത് എന്റെ കുറ്റമല്ല, എനിക്ക് ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പൊ ഞാൻ കാരണം അങ്ങനെ ഒരു പ്രശ്നം ഇവിടെ ആർക്കും ഉണ്ടാവരുത്, എന്നെ നാട്ടിൽ വിടാൻ. പ്രത്യേകിച്ച് എനിക്കിവിടെ പോകണം, വേറൊന്നും എനിക്ക് പോകണം. കാരണം ഈ ഒരു പ്രശ്നം കൊണ്ട് ആർക്കും ഒരു പറ്റില്ല. കുളിക്കാത്ത കാര്യം പറഞ്ഞ മോശം എന്നെ പറഞ്ഞു. ഞാൻ എല്ലാ ദിവസവും കുളിക്കുന്നുണ്ട്, തല കുളിക്കാൻ പറ്റത്തില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ അവര് ഇവിടെ വന്നിരുന്ന് എന്നോട് പറയണമായിരുന്നു, ആരാളും പറഞ്ഞിട്ടില്ല. അല്ലാതെ ഇപ്പം പബ്ലിക്കായിട്ട് എനിക്കത് ഭയങ്കര വിഷമമായി. എന്നെ പറഞ്ഞു വിട്ടേക്കും, എനിക്ക് സന്തോഷമേ ഉള്ളൂ. ബാക്കിയെല്ലാം കണ്ട സത്യം പറഞ്ഞാൽ എനിക്ക് വീഡിയോ കണ്ട് എനിക്ക് നല്ല വൃത്തിയായിട്ട് ഹൃദയം തോന്നി. എനിക്ക് അത് രേണുസുധി അല്ലാത്ത വേറൊരു പെണ്ണായിരുന്നെങ്കിൽ പോലും ഞാൻ ഇങ്ങനെ പ്രതികരിക്കത്തുള്ളായിരുന്നു. അത്രയ്ക്ക് വെറും ഇൻസൾട്ടിങ് ആണ് ചെയ്തത്. അപ്പോൾ രേണുസുധി പറയുന്നത് ശരി, അവിടെ ഉള്ളതെല്ലാം അകത്തമ്മമാരും കെട്ടിരമ്മമാരും ഭയങ്കര പെർഫെക്റ്റ് ശുദ്ധിയുള്ള പെർഫെക്റ്റ് ഉള്ളവളുമാരുമാണെങ്കിൽ രേണുസുധി അങ്ങ് വിട്ടേരെ, അവളിങ്ങ് പൊക്കോട്ടെ, അവളുമാരൊക്കെ അങ്ങ് അവിടെ കിടന്ന് ആടിക്കോട്ടെ. രേണുസുധി അതിൻ്റെ ഇടയ്ക്ക് വേണ്ട, അവളെ കൊണ്ട് വന്ന് വൃത്തിയില്ല, നാറ്റം എടുക്കുന്നു, അതൊക്കെ അതിലെന്ന് പറയുന്നത് തമാശ പറഞ്ഞാൽ നമുക്കത് അംഗീകരിക്കാൻ പറ്റും. ഇപ്പം നമ്മളെ ഫ്രണ്ട്സ് എടുത്ത് നമ്മൾ പറയത്തില്ല നീ കുളിച്ചിട്ട് അടിക്കും, എന്തിന് വാടാ, അല്ലെങ്കിൽ എന്തൊരു വീർപ്പ് നേരെ കുറിച്ച് സ്പ്രേ അടി, അങ്ങനെയൊക്കെ ഞങ്ങൾ പറഞ്ഞിട്ടില്ലെന്നല്ല. പിന്നെ ഈ പേനെന്ന് പറയുന്ന ഒരു സംഗതി പെണ്ണായാലും ആണായാലും തലയിൽ പേനുണ്ടായിരിക്കും. പേനില്ലാത്തവളുമാര് പാപികളെന്നാണ് പറയുന്നത്. ഒരു പഴമൊഴി വരുണ്ട്, തലയിൽ പേനില്ലാത്തവളുമാര് പാപികൾ ആണെന്നാണ് ഒരു പഴഞ്ചൊല്ല് വരുണ്ട്. ഇത് ഈ പറയുന്ന അനുമോളെ പിടിച്ചിരുത്തി ചെയ്യും വെക്കുക, അല്ലെങ്കിൽ സാരിയെ പിടിക്കുന്ന ടോക്ക് ഒരു പേരെങ്കിലും ഇല്ലെങ്കിൽ അവളുമാർ പറയുന്ന പണി ഞാൻ ചെയ്തു കൊടുക്കാം. ഈ മനുഷ്യരുടെ തലയിൽ പേര് പിന്നെ തലയിലില്ലാതെ വേറെ എവിടെയെങ്കിലും കയറി ഇരിക്കാൻ പറ്റുമോ? അത്രയ്ക്ക് മാത്രം ആക്ഷേപമാണ് അനു അവിടെ കിടന്ന് കാണിച്ചത്. എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അവളുടെ ആ പ്രവൃത്തി. ഇപ്പൊ കൂടി ഇരിക്കുന്ന ഫ്രണ്ട്സ് ആണെങ്കിൽ കൂടെ ഇരിക്കുമ്പോൾ പറഞ്ഞു കൊടുത്തു, ഡി നിന്റെ തലയിൽ പേരുണ്ട് നോക്കിയോന്ന്. പിന്നെ ഹൈജീന് പ്രശ്നം, അവൾ ഡെയിലി കുളിക്കുന്നുണ്ട്. തല കുളിച്ചാൽ മാത്രമേ കുളിയാവുമെന്ന് ആരാ ഈ വിഡ്ഢികളുടെ അടുത്ത് പറഞ്ഞു തന്നെയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ ഈ ബോഡി കുളിച്ച് വൃത്തിയാക്കിയാലും അത് കുളി തന്നെയാണ്. ഹെയർ വാഷ് ഡെയിലി ചെയ്യണമെന്ന് ഒരു നിർബന്ധവും ഇല്ല, പ്രത്യേകിച്ചും ഈ അലർജിയോ കാര്യങ്ങളോ ഒക്കെ ഉള്ളവർ. പിന്നെ ഈ സാമാനം തലയിൽ വെച്ച് കൊടുത്തവൾ കിടന്ന് കുറെ പ്രസംഗിച്ചല്ലേ, അവളെ പേർക്ക് വേണം ആദ്യം കേസ് കൊടുക്കാൻ. കാരണം രേണുസുധി അവിടെ ചെന്നപ്പോൾ അവൾ തന്നെ പറയുന്നത്, രേണുസുധി പറഞ്ഞെന്ന് 5 ദിവസത്തിൽ ഒരു പ്രാവശ്യം അവൾ ഹെയർ വാഷ് ചെയ്യത്തുള്ളെന്ന്. അപ്പോൾ അത് പറ്റത്തില്ല, ഇത് ഡെയിലി കുളിച്ചാൽ പറ്റത്തുള്ളൂ, ഇല്ലെങ്കിൽ ഹൈജീനോ മറ്റേതോ മറിച്ചതോ എന്ന് എന്തുകൊണ്ട് പറഞ്ഞ് അങ്ങനെ കുളിക്കത്തില്ല എന്ന് പറഞ്ഞാൽ എന്തിനു ഇവർ വെച്ച് കൊടുത്തു? എന്തിനു വെച്ച് കൊടുത്താൽ അത് പറ്റത്തില്ല. അപ്പം ഞങ്ങളുടെ പാർലമെന്റ് ചിത്തപ്പേരുണ്ട്, അതുകൊണ്ട് അങ്ങനെ വെക്കാൻ പറ്റത്തില്ല രേണു പറഞ്ഞ് വിടാഞ്ഞത്. 2 ഇങ്ങനെ ചുരണ്ടിയപ്പോഴത്തേക്ക് ഇങ്ങനെ വന്ന് വീണെങ്കിൽ എനിക്ക് തോന്നുന്നത് പേനാണെന്ന് ഇവിടെ ചിരിച്ച് ആക്ഷേപിച്ച് പറഞ്ഞല്ലോ. അപ്പോൾ ഈ കൊളാബ് ചെയ്യുക എന്ന് പറഞ്ഞാൽ മുടി ഹെയറിൽ നിന്ന് ഓരോ മുടി ഇങ്ങനെ മാറ്റിയിട്ടാണ് ആ മറ്റേ പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് സാധനം നമ്മുടെ ഹെയറിലോട്ട് വെച്ച് പശ ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അങ്ങനെ എടുത്തപ്പോഴും നീ ഒന്നും പേൻ കണ്ടില്ലേ? എനിക്ക് ചോദിക്കാനുള്ള ചോദ്യം, അന്നേരം അവളെ രേണുസുധിയുടെ തലയിൽ നീയൊക്കെ പേൻ കണ്ടോ ഇല്ലയോ? അപ്പോൾ അങ്ങനെ പേരുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഈ ഹെയർ എക്സ്പ്രഷൻ എന്ന് പറയുന്ന വേറൊരാളുടെ ഹെയർ നമ്മുടെ തലയിലോട്ട് കുത്തിക്കയറ്റി വെക്കുകയാണ്? അതും കൂടെ വെച്ച് പെർമനൻ്റ് ആയിട്ട് ഇങ്ങനെ വെച്ച് കഴിയുമ്പോഴത്തേക്ക് അതിനകത്തിരുന്ന് എന്തെല്ലാം പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുള്ള കാര്യം പിന്നെ കോസ്മോളജിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞല്ലേ. അപ്പോൾ ഒരാൾക്ക് ദ്രോഹം ചെയ്യുന്ന രീതിയിൽ എന്തിന് നിങ്ങൾക്ക് പേരും പ്രശസ്തിയും കിട്ടാൻ വേണ്ടി എന്തിനാ ഹെയർ വെച്ച് കൊടുത്തു? ഞാൻ ചോദിക്കുന്ന ചോദ്യം. അപ്പോൾ നിങ്ങൾ പറയായിരിക്കും അന്നേരം അവളെ തലയിൽ പേരില്ലെന്ന്, അപ്പോൾ പിന്നെ വെച്ചതിന് ശേഷമല്ലേ പേൻ വന്നത്? ആണോ? ഈ ഹെയർ എക്സ്റ്റൻഷൻ ചെയ്യുന്ന കാര്യം കൂടുതൽ പ്രസംഗിക്കുകയൊന്നും വേണ്ട, പാർലറിൽ ആരായാലും. കാരണം വെച്ചവർക്കറിയാം അവരുടെ അനുഭവം.
വെച്ചവർക്ക് ആ ഹെയർ എക്സ്റ്റൻഷൻ കൊണ്ടുള്ള ബുദ്ധിമുട്ടും അതുകൊണ്ടുള്ള പിന്നെ ബുദ്ധിമുട്ട് എന്താണെന്ന് വളരെ വ്യക്തമായിട്ട് അറിയാവുന്നത് ഹെയർ എക്സ്റ്റൻഷൻ ചെയ്ത് കൊടുത്തവർക്കല്ല, ചെയ്ത് വെച്ചവർക്കാണ്. ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ഞാൻ വീട്ടിലിട്ടുണ്ട്, ഞാനത് ചെയ്തിട്ടുണ്ടായിരുന്നല്ലോ. ഞാൻ കറക്റ്റായിട്ട് നിങ്ങളുടെ അടുത്ത് ഞാൻ അതിൻ്റെ അത് നിങ്ങൾക്കത് മനസ്സിലാവുന്നെങ്കിൽ ഞാൻ കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഇത് കണ്ട ഈ ഹെയർ ഇത്ര ലെങ്ത് ഉള്ള, ഞാനൊരു പിന്നെ ഹൊറർ മൂവിക്ക് വേണ്ടി എൻ്റെ ഹെയറിന് ലെങ്ത് കൂട്ടാൻ വേണ്ടി ഞാൻ ചെയ്തതാണിത്. ഇത്ര ഹെയർ ഞാൻ വെച്ച ഇത് വെറും ഒരു ഡ്യൂപ്ലിക്കേറ്റ് ഒന്നുമല്ല, ഇത് ഹ്യൂമൻ ഹെയർ തന്നെയാണ്. ഇത് കണ്ട, ഇത് ചെയ്തിരിക്കുന്ന റിങ്ങിലാണ്. ഇത് ഓരോ ടോപ്പായിട്ട് എടുത്തിട്ട് ഇതിൽ നിന്ന് നമ്മുടെ ഹെയറിലോട്ട് നമ്മുടെ ഹെയർ എടുക്കുക. കണ്ടേ, ഇതാണ് അതിൻ്റെ മുത്ത്. ഈ മുത്തെടുക്കുക. ഈ മുത്തൊരെണ്ണം എടുത്തിട്ട് നമ്മുടെ ഹെയറിനകത്തോട്ട് അതിടും. ഇട്ട് കഴിഞ്ഞിട്ട് ഇതേപോലെ ഹെയറിൻ്റെ ഓരോരോ ഭാഗങ്ങൾ ഇത് കണ്ട, ഇതേ കണക്ക് നമ്മളെ മുടി ഇപ്പം ഇങ്ങനെ എടുത്ത് ആ മുത്ത് ഈ കമ്പി ഉണ്ടോ, ഈ കമ്പിക്കകത്താണ് ആ മുത്ത് കൊടുക്കുന്നത്. ഞാൻ കാണിച്ചു തരാം, വിശദമായിട്ട് ഞാൻ കാണിച്ചു തരാം. ഇതൊന്നും സജീന ചുമ്മാ പറയുന്നല്ല, സജീനക്ക് അനുഭവമുള്ള കാര്യങ്ങൾ മാത്രമേ സജീന പറയത്തുള്ളൂ. ഞാനത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇത് കണ്ട, ഈ മുത്ത് ഇതിനകത്തോട്ട് ഇങ്ങനെ കോർക്കും. ഇതിനകത്തൊരു വെള്ള സാധനമുണ്ട്, അതാദ്യം നമ്മളത് ഞെക്കിയെടുത്ത് കളയണം, എങ്കിലേ ഈ മുത്ത് പ്രസ്സാവത്തുള്ളൂ. കണ്ടല്ലോ, ഇതിനകത്ത് നമ്മൾ ഈ മുത്ത് കയറ്റി. ഇപ്പം ഞാൻ ഒന്ന് കാണിച്ചു തരാം. ഇതെന്നിട്ട് ചെയ്യുന്നത് ഇതിലേക്കൂടെ ഇതിനകത്തോട്ട് ഇട്ടിട്ട് ഈ റിങ്, ഇത് മുടി കൂടിപ്പോയി, അത്രയല്ല, കുറച്ചെടുക്കുന്ന കണ്ട, ഇതിനകത്തോട്ട് കാണാൻ പറ്റുന്നുണ്ടോ? ഈ മുത്തിട്ടിട്ട് നമ്മുടെ ഒറിജിനൽ മുടിക്കകത്ത് ഈ മുത്തിട്ട് അങ്ങ് വെക്കും. അത് കഴിഞ്ഞ് ഇതിനകത്തുനിന്ന് ഒരു ഹെയർ എടുക്കും. ഇതിനകത്ത് ഞാൻ വലിച്ചു പറിച്ച് ദൂരെ കളഞ്ഞതാണ്, അതുകൊണ്ട് അതിനകത്ത് ആ വെച്ചിരുന്ന മുത്ത് അത് ഇരിപ്പുണ്ട്. അപ്പം മുത്തുള്ളത് കൊണ്ട് ഇതിനകത്ത് കയറ്റാൻ പറ്റത്തില്ല. വേണ്ട, ഈ ഒരു ഹെയർ ഇങ്ങനെയുള്ള ഹെയർ എടുത്തിട്ട് ഈ മുത്തിനകത്തോട്ട് കയറ്റും. കണ്ട, കയറ്റിയിട്ട് ഈ ചെറിയ ഹെയർ പ്ലെയറാണ്, ഇതുകൊണ്ട് ഇങ്ങനെ പ്രസ് ചെയ്യും. എൻ്റെ ഹെയറിൻ്റെ നീളം കണ്ട, ഇതേപോലെ ഫുള്ളും ചെയ്യും. ഇത് ഇവിടെ അല്ല, നമ്മുടെ സ്കാൾപ്പിൽ നിന്ന് ഒരു സ്വല്പം വിട്ടതിന് ശേഷമാണ് ചെയ്യുന്നത്. ഇത് ഹെയർ ഫുള്ളും ഇങ്ങനെ ചെയ്യും. എന്നിട്ട് അവർ നമുക്ക് സജസ്റ്റ് ചെയ്യുന്നത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ ചെയ്യാൻ ഇതേ കണക്കത്തെ കോമ്പാണ് യൂസ് ചെയ്യാൻ പറയുന്നത്. ഇപ്പോൾ ഇത് ഏത് സ്ഥലത്തിൽ കോമ്പാണ്, ഇവിടെ വരുമ്പോൾ ഇത് സ്റ്റക്കാണ്, പിന്നെ അങ്ങോട്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ എന്ത് ഇങ്ങനെ നമ്മുടെ ഒറിജിനൽ ഹെയർ പൊക്കി പിടിച്ചിട്ട് നമ്മൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇങ്ങനെ ചെയ്യാൻ എന്ത് ചെയ്താലും, ഇപ്പോൾ ഹെയർ വെച്ചിട്ട് വന്ന അന്ന് ഞാൻ ചെയ്യപ്പോൾ എനിക്ക് വെച്ചിട്ട് വന്ന ആ ഹെയറിൽ നിന്ന് കൊഴിഞ്ഞ ഹെയറാണിത്. ഇത് എൻ്റെ ഒറിജിനൽ ഹെയർ അല്ല, വെച്ച ഹെയർ പൊഴിച്ചത്. ഞാൻ ഇത് കളയാത്ത എന്താണെന്ന് വെച്ചാൽ, ഇത് 1-2 രൂപ കൊടുത്ത് വാങ്ങുന്നതല്ല. ഈ ഹെയർ നമ്മൾ ഹെയറിലോട്ട് ഇത് എക്സെപ്റ്റ് ചെയ്യുന്ന നല്ല എമൗണ്ട് ആവുന്നതാണ്. അപ്പം ഞാൻ വിചാരിച്ച് ഫ്രീ ടൈമിൽ ഇത് ഓരോ ലെങ്തും എടുത്ത് വെച്ചിട്ട് അത് ഗം ചെയ്തെടുക്കാം. എനിക്കറിയാം, ഒരു പ്രാവശ്യം കണ്ട സജീന എന്ത് കാര്യമാണെങ്കിലും പെട്ടെന്ന് പഠിക്കും. അപ്പോൾ എൻ്റെ ഹെയറിൽ നിന്ന് വെച്ചതിന് ശേഷം ഊരിപ്പോയിട്ടുള്ള ഹെയറാണ് ഇത്. ഇത്രയും പൊഴിഞ്ഞു പോയ ഹെയറാണ് ഇത്. എൻ്റെ ഒറിജിനൽ ഹെയർ അല്ല, വെച്ച ഹെയർ. അപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം അതിൻ്റെ ഇത് എന്തൊക്കെയാണ്. കണ്ടോ, ഇത് എൻ്റെ ഹെയറിൽ നിന്ന് കൊഴിഞ്ഞു പോയ ഹെയറാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഹെയർ. അപ്പം ഇല്ല, ഇത് കണ്ടല്ലോ, ഇത് വെച്ചിരിക്കുന്നുണ്ടല്ലോ, ഇതിപ്പോൾ നമ്മളെ ഹെയറിൽ 1 മാസം അല്ലെങ്കിൽ 2 ആഴ്ച അടുപ്പിച്ചിരിക്കുമ്പോഴത്തേക്ക് നോർമലി നമ്മൾ എത്ര ക്ലീൻ ആക്കിയാലും എത്ര രീതിയിൽ, ഇപ്പോൾ ഞാൻ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇത് വെച്ചിരുന്ന സമയത്ത് ഷാമ്പൂ ഒക്കെ എടുത്തിട്ട് ഇങ്ങനെ അതിൻ്റെ എല്ലാത്തിൻ്റെ ഇടയിലും നല്ല വൃത്തിയാണ് വാഷ് ചെയ്തിട്ട് നമ്മൾ ഇങ്ങനെ തോർക്കാനോ ഇങ്ങനെ തല തുടയ്ക്കാനോ പറ്റില്ല. അത് നമ്മൾ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒപ്പ് ചെയ്ത് ടവലിനകത്ത് നമ്മളെ മുടി ചുറ്റി അങ്ങ് വെക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോൾ ഇതിനകത്ത് ഒരൊറ്റ പെൻ എവിടെന്നെങ്കിലും കയറിപ്പോയാൽ തീർന്ന്. ആ പേരെ നമുക്ക് ചീവി എടുക്കാൻ പറ്റുമോ? പറ്റത്തില്ല. പറഞ്ഞാൽ മനസ്സിലായില്ല. ഇതിരിക്കുന്നുണ്ട്, ഇവിടം വരെ വരൂ, ഇവിടെ നിന്ന് അങ്ങോട്ട് വരുമോ? ഇവിടെ നിന്ന് അങ്ങോട്ട് വരത്തില്ല. അപ്പോൾ അവിടം വരെ വന്ന് നിൽക്കും. അത് അവിടെ ഇരുന്ന് ഒരു പെൻ മതി, ഒരൊറ്റൊരു പെൻ മതി, ഒരുപാട് വേണമെന്നില്ല. നിമിഷ നേരം കൊണ്ടായിരിക്കും. ഒരു 1-2 ആഴ്ച ആകുമ്പോഴത്തേക്ക് തല ഫുള്ളും പേനും ആവും, ഇരുവാവും. അപ്പോൾ അതാണ് ഈ എക്സ്റ്റൻഷൻ്റെ കുഴപ്പം. പിന്നെ ഇത് വെച്ചിട്ട് ഇത് മുത്താകുമ്പോൾ വെള്ളം വീണാലും പ്രശ്നമില്ല, നമുക്കത് നല്ല വൃത്തിയാണ് കെയർ ചെയ്ത് മാറ്റാം. അപ്പോൾ കൊളാബ് എന്ന് പറയുന്ന സംഗതി എന്താണ്? ഇതാണ് ഗമ്മ്. ഈ ഹെയറിനകത്ത് ഒട്ടിക്കുന്ന ഗമ്മ് ഇതാണ്. ഇതൊക്കെ ഞാൻ മേടിച്ച് വെച്ചിട്ടുണ്ട്. കാരണം ഈ ഹെയർ വെച്ച് കഴിയുന്നതല്ല പിന്നെ പ്രോബ്ലം. ഇത് പിന്നെ നമ്മൾ സർവീസ് ചെയ്യാൻ പോകുമ്പോഴാണ് പ്രോബ്ലം. എന്താണെന്ന് വെച്ചാൽ, ഓരോ പ്രാവശ്യം സർവീസ് ചെയ്യുമ്പോഴും 2000-3000 രൂപയാണ് സർവീസിങ് ചാർജ് മാത്രം. ഈ ഹെയർ വെക്കുന്നത് കൊടുക്കുന്നത് കൂടാതെ നമുക്ക് മാസം തോറും 2 മാസം 3 മാസം കൂടുമ്പോഴത്തേക്ക് ഇത് വലിയും, താഴോട്ട് വരും. എൻ്റെതാണെങ്കിൽ ഇങ്ങനെ ഊരി വന്നതുകൊണ്ട് പിന്നെ എനിക്ക് എൻ്റെ ദേഷ്യം എല്ലാം കൂടെ വന്ന് കയറി
ഞാൻ തന്നെ ഇതാണ്ട അത് മൊത്തം എൻ്റെ മുടിക്കകത്ത് ഞാൻ അടർത്തി മാറ്റി വെച്ചിരിക്കുക. പിന്നെ ഇനി എനിക്കിപ്പോൾ ഉടനെ ഇത് വെക്കണം, അടുത്ത ആ അതിൻ്റെ ബാലൻസ് ഷൂട്ടുണ്ട്. അപ്പോൾ ഇത് ഞാൻ സ്വയം വെക്കും. അപ്പം നിങ്ങളൊരു അതെങ്ങനെ വെക്കുന്നു, അത് വെക്കും, ഞാൻ തന്നെ ഇത് വെക്കും, തന്നെ ഇതേ കണക്ക് ഇതാ ഇപ്പോൾ ചെയ്ത കണക്ക് എൻ്റെ ഇവിടം തൊട്ട് ഇങ്ങനെ ഹെയർ എടുത്തെടുത്ത് ഓരോ മുത്തിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഇതുകൊണ്ട് ഞാൻ നല്ല വൃത്തിയാണം പ്രസ് ചെയ്ത് ഞാൻ സ്വയം വെക്കും. ഈ മുടി ഇത്രയും എൻ്റെ ഹെയറിൽ ഞാൻ ഇനി വെക്കും. അപ്പം എനിക്കിപ്പോൾ ഇങ്ങനെ അറിയാവുന്നത് കൊണ്ട് എനിക്കൊരു ഇറിറ്റേഷൻ തോന്നും, അപ്പോഴേ ഞാൻ ഇത് അഴിച്ച് മാറ്റും. അപ്പം ഒന്നും അറിഞ്ഞുകൂടാത്ത എന്ന് പറഞ്ഞാൽ ഈ രേണുസുതി ഒരിക്കലും അങ്ങോട്ട് ആവശ്യപ്പെട്ടതല്ല എനിക്ക് ഹെയർ ലെങ്ത് വേണം, എനിക്കൊന്ന് വെച്ച് തരുമെന്ന്. അവരുടെ പേരിനും പ്രശസ്തിക്കും വേണ്ടി ചെയ്തു കൊടുത്തയാ. അപ്പോൾ അത് എന്നിട്ട് അവളിരുന്നുകൊണ്ട് മാങ്ങും ആ മാഡം ഇരുന്നുകൊണ്ട് മോശമായിട്ട് പറയുന്നല്ലോ, ഇങ്ങനെ കാണിച്ചപ്പോൾ ഇങ്ങനെ ഏതാണ്ട് കറുത്ത പൊടി വീഴുന്നെന്ന് പറയുന്നത് അത് പേനാന്ന്. അപ്പോൾ അതാ ഞാൻ ചോദിക്കുന്നത്, ഇത് ഈ ഹെയർ കണ്ടല്ലോ ഇത്രച്ച ഇങ്ങനെയാണ് നമ്മൾ എടുക്കുന്നത്, നമ്മുടെ ഒറിജിനൽ ഹെയറിൽ നിന്ന് ഇത്രച്ച പാർട്ടാണ് എടുക്കുന്നത്. ഇങ്ങനെ അത് അങ്ങനെ എത്ര പ്രാവശ്യം എത്ര എടുത്ത് ചെയ്താണ് ഇവിടം തൊട്ട് ഇങ്ങനെ അറ്റം വരെ ചെയ്ത് കാണും. ആ ഓരോ പ്രാവശ്യം എടുക്കുമ്പോഴും അത്രമാത്രം പേപ്പ് എടുത്ത് കിടക്കുമായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ കണ്ടില്ല? പോട്ട് കണ്ടിട്ട് എന്തുകൊണ്ട് അയ്യോ രേണുസുതി നിന്റെ തലയിൽ നിറച്ച് പേരുണ്ട്, ഇത് വെക്കാൻ പറ്റത്തില്ല, കാരണം ഇത് വെച്ച് കഴിഞ്ഞാൽ അത് ഭയങ്കര ഡേഞ്ചറസ് ആണ്. എത്രയും നല്ല കെയർ ചെയ്താലും ഡെയിലി കുളിച്ചില്ലേലും എണ്ണ തേച്ചില്ലേലും ഇത് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമുക്ക് ഡാമേജ് തന്നെയാണ്. ഉരു വന്നാണ് ഇത് കണക്ക് ഉരു വരും, ഡാമേജ് തന്നെയാണ്. ഈ പശയെന്ന് ഞാൻ പറഞ്ഞ് കാണിച്ചിട്ടുണ്ട്. ഇത് കണ്ട ഇതിനകത്ത് ഒരു ചെറിയ സ്ട്രൈറ്റ്നറും ഉണ്ട്, പിന്നെ നോർമലി എൻ്റെ ഹെയർ സ്ട്രൈറ്റ് ചെയ്യുന്ന സ്ട്രൈറ്റ്നർ വേറെയുണ്ട്. ഇതിനകത്താണ് നമ്മൾ ഈ ഗമ്മ് ഇത് കണ്ട പഞ്ചാര മിഠായിയുടെ കണക്കിരിക്കുക. പഞ്ചാര മിഠായി കണക്കല്ല, പഞ്ചസാരയുടെ തരി കണക്കായിരിക്കുന്നത്. അതിൽ നിന്ന് ഒരു ഗമ്മ് എടുത്ത് ഇത് നമ്മൾ കറണ്ടിൽ കുത്തിയുമ്പോഴത്തേക്ക് ഇത് നല്ല ഹീറ്റാവും. അതിനകത്തുനിന്ന് ഒരു ചെറിയൊരു പിന്നെ പീസ് എടുത്ത് നമ്മൾ ഇതിൽ വെച്ച് ഇങ്ങനെ പ്രസ് ചെയ്യുമ്പോഴത്തേക്ക് ഇങ്ങനെ പശ കണക്ക് വരും. അപ്പോൾ ഈ പശ വരുന്നതിനകത്താണ് നമ്മൾ ഈ ഇത് ചെയ്യാത്ത ഹെയർ എടുത്ത് ഇങ്ങനെ വെച്ച് പ്രസ് ചെയ്ത് അതിങ്ങനെ ചുരുട്ടി ഓരോ ടോപ്പ് ചെയ്തെടുക്കുന്നത്. ഇതൊക്കെ ഒരു പ്രാവശ്യം കണ്ട സജീനക്ക് മനസ്സിലാവും, കാരണം നമ്മളെ കയ്യിൽ അത്രയ്ക്കുള്ള ആസ്തിയൊന്നും ഉള്ളവരല്ല. അപ്പോൾ നമുക്ക് നമ്മളൊരു ആവശ്യത്തിന് വേണ്ടി ഹെയർ വെച്ച് കഴിഞ്ഞാൽ എപ്പോഴും ചെന്ന് ഇങ്ങനെ സർവീസ് ചെയ്യാനും ഇത്ര രൂപ കൊടുക്കാനും നമ്മളെ കയ്യിലില്ല. അപ്പോൾ എനിക്ക് എൻ്റെ കറക്റ്റായിട്ടുള്ള എൻ്റെ ഇത് ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എനിക്ക് ഒറ്റൊരു കാര്യം പറയുള്ളൂ, ഇനി എന്തെന്ന് പറഞ്ഞാലും ഏതെന്ന് പറഞ്ഞാലും രേണുസുതി എടുത്ത് അനുമോള് കാണിച്ചത് ശുദ്ധ തെമ്മാടിത്തരവും പോക്രിത്തരവുമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. ഒരു പെണ്ണിനെ, അത് അവൾ ഒരു പെണ്ണല്ലേ, ഒരിക്കലും അത് ആ പരസ്യമായ രീതിയിൽ അങ്ങനെ ആക്ഷേപിക്കാൻ പാടില്ല തന്നെയാണ്. അതിന് ആരൊക്കെ എന്തൊക്കെ ന്യായീകരണം പറഞ്ഞുകൊണ്ട് മുന്നിട്ട് വന്നാലും അത് അവളെ തന്നെ പേനുള്ളതുകൊണ്ടല്ലേ പറഞ്ഞത്. അവളെ തന്നെ ഇവിടെ വന്നിരിക്കുന്നത് ഈ അനു പറയുന്നില്ല, നിങ്ങൾ ആരെങ്കിലും കണ്ടോ? അവളെ കൂടെ കിടക്കുന്നവൾ പോലും കണ്ടിട്ടില്ല. പിന്നാണ് ഇവിടെ അതല്ലെങ്കിൽ പോട്ട് ഈ പേരെന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും മനുഷ്യ ശരീരത്തിൽ ഉള്ള ഒരു സാധനം തന്നെയാണ്. ആ പേരെന്ന് പറയുന്നത് ഇത്രയും ഹെയർ ഉള്ള ഉള്ളിൽ കൂടെ അത് ഇഴഞ്ഞാൽ പോലും നമുക്കത് അറിയാൻ പറ്റും. അങ്ങനെ ഉള്ളപ്പോഴാണ് ഇഴഞ്ഞ് നെറ്റിയിലൊക്കെ വന്ന് ഇങ്ങനെ സ്പ്രെഡായിരുന്നെന്ന് പറഞ്ഞാൽ അതെങ്ങനെ അംഗീകരിക്കാൻ പറ്റും? ഇത്രമാത്രം ശുദ്ധ തെമ്മാടിത്തരം അനു പറഞ്ഞതിനോട് ഞങ്ങൾ ആരും യോജിക്കുന്നില്ല. അനുവിന് നല്ല സപ്പോർട്ടിങ്, അനുവിനടുത്ത് ഭയങ്കര സ്നേഹവും ഒക്കെ ആയിരുന്നു. കാരണം ഈ കഴിഞ്ഞ 2-3 ദിവസം കൊണ്ട് അനുവിനെ ഒറ്റപ്പെടുത്തുന്നു, അനുവിനെ കിച്ചൺ ടീമിലിട്ട് എല്ലാവരും കൂടി പൊരിക്കുന്നു എന്നൊക്കെ ഉള്ളൊരു സിമ്പതി ഉണ്ടായിരുന്നു. പക്ഷെ നിന്റെ ഈ ഒരൊറ്റ പ്രവൃത്തിയോട് കൂടി നിന്നെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നവർ പോലും തിരിഞ്ഞിട്ടുണ്ട്. നീ അത് മനസ്സിലാക്കണം. ഒരിക്കലും ഒരു പെണ്ണിനെ ഇങ്ങനെ പറയാൻ പാടില്ല. ഇങ്ങനൊരു പ്ലാറ്റ്ഫോമിൽ നിന്ന് ഒരിക്കലും പറയാൻ പാടില്ലാത്തതാണ്. ഇത് ആഘോഷമാക്കിയ കുറേ ആൾക്കാരുണ്ട്, അവർക്ക് വൃത്തിയില്ലെന്ന് അവരല്ലേ കൂടെ ചെന്ന് കുളിപ്പിക്കുക എടുക്കുകയൊക്കെ ചെയ്യുന്നത്. എന്ന് സത്യം പറഞ്ഞാൽ ഇത് എന്താണ്? ഇതിനൊരു അന്ത്യം ഉണ്ട്, ഇതിനൊരു അവസാനം ഉണ്ട്, അത് ഉടനെ ഉണ്ടാവും. ഇവിടെ ഒരാൾ നമ്മൾ പറയുന്നുണ്ടല്ലോ, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുന്നു. അതായത് ഒരുത്തൻ്റെ അവസാനത്തിനായാലും ഒരുത്തൻ്റെ തുടക്കത്തിനായാലും അത് അങ്ങനെ തന്നെയാണ് സംഭവിക്കുന്നത്. കരഞ്ഞ് അവളുടെ അനുഭവത്തിൻ്റെ ജീവിതത്തിൽ അവൾക്ക് കിട്ടിയ അനുഭവം കൊണ്ടാണ് അവളിപ്പോൾ ഇത്ര സത്യം പറഞ്ഞാൽ അവളായിട്ടാണ് പിടിച്ച് നിൽക്കുന്നത്. നമ്മളൊക്കെ കിടന്ന് വായിട്ടല്ലെങ്കിൽ ഇത്തരം തന്നിടത്തരം കാണിക്കുന്നെങ്കിൽ ഇങ്ങനെയൊക്കെയുള്ളൊരു സൈബർ അറ്റാക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് പറ്റത്തില്ല. എൻ്റെ പൊന്നെ, നമുക്ക് പിടിച്ചിരിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അവൾക്ക് ദൈവം അതിനുള്ള കപ്പാസിറ്റി കൊടുത്തത് തന്നെ അതിൽ അനുഗ്രഹം ഉണ്ടെന്ന് മനസ്സിലാക്കിക്കും. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞു തന്നത്, അണയാൻ പോകുന്ന വിളക്ക് ആളിക്കത്തുമെന്ന് പറഞ്ഞാൽ കരഞ്ഞ് അവസാനം ദൈവത്തിൻ്റെ ഒരു തലോടൽ അവൾക്കുണ്ടാവും. അതിൽ നിന്ന് അവൾ കണ്ണീർ തുടച്ച് ചിരിച്ചുകൊണ്ട് ഉയർത്തെഴുന്നേക്കും. ചെലവുമാരും അങ്ങ് ആളിക്കത്തുന്നു. രേണുസുതിക്കെതിരെ ആളിക്കത്തി പ്രകമ്പനം കൊണ്ടിച്ചുകൊണ്ടിരിക്കുന്ന കത്തി ഒറ്റ ഊതൽ, അതോടുകൂടി അത് അവിടെ അണയും. അതാണ് സംഭവിക്കാൻ പോകുന്നത്. അത് ഉടനെ നമ്മളെല്ലാവരും ജീവിച്ച് ദൈവത്തിൻ്റെ കയ്യിലാണ് നമ്മുടെ ജനനവും മരണവും ഒക്കെ ഇരിക്കുന്നത്. നമുക്ക് ഈ ഓരോരുത്തർക്ക് വരുന്ന അനുഭവം കർമ്മഫലങ്ങൾ നമുക്ക് നേരിട്ട് തന്നെ കണ്ട് മനസ്സിലാക്കിക്കൊണ്ടിരിക്കാം. അപ്പോൾ എന്തായാലും ഈ വീഡിയോ എല്ലാവരിലേക്കും ഒന്ന് ഷെയർ ചെയ്യണം. ഈ വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും കമൻറ്റും ഷെയറും ചെയ്യാൻ മറക്കരുത്. ഇങ്ങനെ പറയാൻ എനിക്കൊരു നാണക്കേടുമില്ല. എൻ്റെ ചാനലിൽ വന്നിട്ട് എനിക്ക് ലൈക്കും കമൻറ്റും ഷെയറും വേണമെന്ന് പറയുന്നതിന് എനിക്ക് യാതൊരു മടിയില്ല. എല്ലാവരും ഇങ്ങനെ തന്നെ പറഞ്ഞിട്ടാണ് പോകുന്നത്. എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ ഫ്രണ്ട്സ് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് കമൻറ്റ് ഷെയർ ചെയ്യാൻ മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. താങ്ക് യു.